അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ വലിയ മധ്യസ്ഥൻ ചമഞ്ഞ് സ്വിറ്റ്സർലാൻഡിലേക്ക് പോയ പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ ശരിക്കും സഹതാപം തോന്നും. സൂറിച്ചിൽ നടന്ന അമേരിക്ക ഇറാൻ ഉന്നതതല സമാധാന ചർച്ചകൾക്കിടയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സംഘവും അങ്ങേയറ്റം അസ്വസ്ഥരായി വിയർക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലോകമെമ്പാടും വൈറലാകുന്നത്. വലിയൊരു ഗ്ലോബൽ മീഡിയേറ്റർ ചമഞ്ഞ് വേദിയിലെത്തിയ പാക് നേതാക്കൾ യഥാർത്ഥത്തിൽ അവിടെ നടന്ന നയതന്ത്ര പോരാട്ടങ്ങൾക്കിടയിൽപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ ചർച്ചയിൽ പാകിസ്ഥാന് യാതൊരു വിലയുമില്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു അവിടെ നടന്ന സംഭവങ്ങൾ. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിനെ പരസ്യമായി അവഗണിച്ച് നേരെ വന്ന് പാക് പ്രധാനമന്ത്രിയും സൈനിക മേധാവിയും കെട്ടിപ്പിടിച്ചു. എന്നെ കെട്ടിപ്പിടിച്ചില്ലെങ്കിലും സാരമില്ല, പോയി അവനെ കെട്ടിപ്പിടിക്കടാ എന്നായിരുന്നു പാക് പ്രധാനമന്ത്രിയുടെ ആത്മകഥമെന്ന് ആ മുഖത്തു നിന്ന് വായിച്ചെടുക്കാമായിരുന്നു. അല്ലെങ്കിലും ആവശ്യമില്ലാത്ത സമയത്ത് ഇവനൊക്കെ ഭയങ്കര സ്നേഹമാണ് എന്ന മട്ടിലായിരുന്നു പാക് നേതാക്കളുടെ നിൽപ്പ്. കാരണം അമേരിക്കൻ വൈസ് പ്രസിഡന്റിനെ അപമാനിക്കാൻ വേണ്ടി മാത്രമാണ് ഖത്തർ പ്രധാനമന്ത്രി ഇവരെ കെട്ടിപ്പിടിച്ചതെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു. തങ്ങളുടെ യജമാനന്മാരായിട്ടുള്ള അമേരിക്കയ്ക്ക് തങ്ങൾ കാരണം ഒരു അധിക്ഷേപം ഉണ്ടാകുന്നത് പാകിസ്ഥാൻ എങ്ങനെ സഹിക്കാൻ കഴിയും? പാകിസ്ഥാനിൽ അടുപ്പ് പുകയണമെങ്കിൽ അമേരിക്ക കഴിയണമല്ലോ. ഇതുകൊണ്ടൊന്നും തീർന്നില്ല ഇവരുടെ ഗതികേട്. വേദിയിലെത്തിയ ഇറാൻ പ്രതിനിധികൾ ഫോട്ടോ സെഷനും ഹാൻഡ് ഷേക്കും ഒഴിവാക്കി പെട്ടെന്ന് ഇറങ്ങിപ്പോയതോടെ വലിയ മധ്യസ്ഥനായി പോയ പാക് നേതാക്കൾ ക്യാമറകൾക്ക് മുന്നിൽ ശരിക്കും നാണം കെട്ട് വിയർത്തു. ചർച്ച നിയന്ത്രിക്കേണ്ടവർ എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രാന്തരായി ചുറ്റും നോക്കുന്ന ദയനീയ കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. അമേരിക്കയും ഇറാനെയും തമ്മിലിരുത്തി ചർച്ച നടത്തിപ്പിച്ച് പണം വാങ്ങി സാമ്പത്തികമായി രക്ഷപ്പെടാം എന്നതായിരുന്നു പാകിസ്ഥാന്റെ ലക്ഷ്യം. പക്ഷെ അത് മര്യാദയ്ക്ക് ചെയ്യാൻ അറിയണ്ടേ? ഇറാൻ പരസ്യമായി ധിക്കാരം കാണിച്ചിറങ്ങി പോകുമ്പോൾ പാകിസ്ഥാന് വെറുമൊരു കാഴ്ചക്കാരൻ മാത്രമായി മാറി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ലോകവേദിയിലുണ്ടായ ഈ പരസ്യമായ നാണക്കേട് പാക് നേതാക്കളുടെ ഇമേജ് പൂർണ്ണമായും തകർത്തെറിഞ്ഞിരിക്കുകയാണ്. ഇത്തരം വലിയ നയതന്ത്ര വേദികളിൽ ശക്തമായൊരു നിലപാട് പോലും ഇല്ലാതെ നിൽക്കുന്ന ഒരു രാജ്യത്തിന് നാളെ IMFന്റെയോ അല്ലെങ്കിൽ സൗദി അറേബ്യയുടെയോ മുന്നിൽ പോയി സാമ്പത്തിക സഹായം ചോദിക്കാൻ എന്ത് വിലയാണുള്ളത്? പാകിസ്ഥാന്റെ ഈ ദയനീയ അവസ്ഥ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ട്രോളുകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. വലിയ മധ്യസ്ഥനാകാൻ പോയ പാകിസ്ഥാൻ ഒടുവിൽ യഥാർത്ഥ വമ്പന്മാർക്കിടയിൽപ്പെട്ട് വെറുമൊരു കോമാളിയായി മാറിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് കേരള.